എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോണത് കാരണം കാർ ഫോർ സെയിലാണ്. നമ്മൾ മൊബൈൽ വേർഷനാണ് കളിക്കുന്നത്. നമ്മളിതാ ആദ്യം തന്നെ നമ്മുടെ ഷോറൂം കണ്ടപ്പോൾ ഏതായാലും ഇവിടെ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. വാങ്ങാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വാങ്ങാൻ പടം കണ്ടാണ് നമ്മൾ വന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മളിവിടെ കാല് കുത്തിയൊക്കെ ഒന്നിനും കൊള്ളില്ല. അയ്യോ ഇതിനടുത്ത് കളിക്കാൻ ഇത്രയും സമയം കളഞ്ഞുകൊണ്ടാണ് വീശിയിരുന്നത്. ഇതിനെങ്ങനെ കളയാൻ പറ്റില്ല. കുട്ടി പത്രം എടുത്ത് കളയണം. പിന്നെ ഇതെന്തെടുക്കുമ്പോൾ ഐസ് കോൺ എടുത്ത് കളഞ്ഞാൽ 5-6 ടയറൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ടയറെടുത്ത് തൂക്കി വയ്ക്കാണ്ടായിരുന്നു. ടയറെടുത്ത് വെച്ചിരുന്നാൽ മതിയായിരുന്നു ഐസ്. അപ്പോൾ നമുക്ക് പിന്നെ കൊണ്ടുവരുന്ന വണ്ടികൾക്ക് ടയറിൻ്റെ പൈസ ലാഭിക്കാമല്ലോ. ഇത് നമ്മുടെ ഷോറൂം ആദ്യം തുറക്കുന്നൊക്കെ. അയ്യോ ഇതിൻ്റെ അകത്ത് എല്ലാം പോയി. കൈ പോയി. XP തുറക്കൂ സീസ്. ഓപ്പൺ ഓഫീസ്. എനിക്കായിരുന്നു കസേരയിൽ ഇരിക്കട്ടെ. കമ്പ്യൂട്ടർ എൻ്റെ മോനെ കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ടാ നമുക്ക് പെട്ടെന്ന് നൈസായിട്ട് പോയി അപ്ഗ്രേഡ് സീപ്പ് വെക്കാം. ഉണ്ട് ഓഫീസുണ്ട്. ഓഫീസൊന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പം കയ്യിലൊരു നെയ്യാ പൈസ ഇല്ല. പൈസയെ കൊണ്ട് 15,000 രൂപ ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി കയറി നമുക്ക് നെയ്ബർഹുഡിൽ പോവാം, അല്ലെങ്കിൽ കാർ മാർക്കറ്റിൽ പോവാം. രണ്ടിലും എവിടെയെങ്കിലും ഒരിടത്ത് പോവാം. അയ്യോ ഇവിടെ നിന്ന് വെളിയിറങ്ങാൻ പറ്റില്ലല്ലോ. കമ്പ്യൂട്ടറിക്കാർ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്ന് തോന്നുന്നു. അയ്യോ ഞാനൊന്നും വെക്കുന്നില്ല. ബാങ്കാ അതായത് ബാങ്ക് ചെയ്യും അപ്ലൈ നമ്മൾക്കൊന്നും വേണ്ട. ആ ബില്ല് എന്തെങ്കിലുമൊക്കെ അടച്ച് തീർക്കാറുണ്ട്. എല്ലാ ബില്ലും ഞാൻ അടച്ച് തീർക്കാം. ഒരു ബില്ലും ഇല്ല. ഒന്നും ഞാൻ അല്ലെങ്കിലും അടച്ച് തീർക്കില്ല. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ ബില്ലടച്ച് ജീവിക്കാൻ. ഇങ്ങനെ നൈസായിട്ട് പെട്ടെന്ന് നമ്മൾ ചാടി ചെന്നിട്ട് ഇറങ്ങടാ ഒട്ടും കട അടച്ചിട്ട് ഇറങ്ങാറ്റോളം ക്ലോസ് ഓഫീസ്. ഇറങ്ങിക്കോ. ശേഖരിച്ച് എന്താണ് ജാക്കിൻ്റെ ജങ്കിയാടൊപ്പം ഉണ്ട്. അപ്പൊണ്ട് ശരി പെട്ടെന്ന് പോയിരിക്കാം. അപ്പം മനസ്സിലായി എന്താണെന്ന്. നമ്മുടെ ഓഫീസിൻ്റെ പേര് മാറ്റണം. ഓഫീസ് സൈൻ അവിടെ നമ്മുടെ സൈൻ മാറ്റാം. സൈൻ്റെ കളറ് കറുപ്പ് കിടക്കട്ടെ. എനിക്കിഷ്ടം കറുപ്പാണ്. അപ്ഡേറ്റ് ഈ പേരാണ് മാറ്റാനുള്ള ഡിസൈനൊന്നും ഞാൻ ചെയ്യൂല. ഇവിടെ എഴുത്ത് മാറ്റണം. സൈൻ എനിക്ക് എഴുത്ത് മാറ്റണോടാ സൈനിൻ്റെ. എന്താണ് കാർ ഫോട്ടോയിലൊന്നും വേണ്ടാവും ഇവിടെ. ഇനി അടുത്തിവിടെ അമ്മാസ് നൈപ്പൻ. ടൈപ്പ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ കടയുടെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അടച്ചിട്ട് റിവീലിംഗ് നെയിം അമ്മാർസ് ലക്ഷറി കാർസ്. വെളിയിലിറങ്ങി ഡ്രാഗ് റേസ് ഓഫ് കിടിലം ബോർഡ്. ഇതേപോലെ എന്തെങ്കിലും ട്രാവൽ. നമുക്ക് ഗ്യാസ് സ്റ്റേഷനിൽ ഒന്നും പോകണ്ട. എവിടെയും പോകണ്ട. കാരവേൻ ഓഫ് എൻ്റെ കേരളസി. കാർ മാർക്കറ്റ് ഇന്ന് ഓപ്പണാണ്. നമുക്ക് പോയി നോക്കാം. ആ കാർ മാർക്കറ്റ് എന്തായിരുന്നല്ലേ കിസിക്കിടിലോട്ട് നമ്മൾ തേനിട്ടുണ്ട്. നെയ്ബർഹുഡിൽ പോവാം. നേരെ പോയിട്ട് വാ അണ്ണാ. എന്താ ഹോംലെസ് നിനക്ക് വീക്കിലി 500 കയറിക്കോപ്പിൻ്റെ കടയിൽ പോയി. അയ്യോ ചേട്ടാ ഇടിക്കല്ലേ, നമ്മൾ ജീവിച്ച് പോട്ടറാ. ഒന്നും കണ്ണില്ലേടാ. അയ്യോ പാവം കഴിച്ചു. നമ്മളൊന്ന് ലാൻഡ് ക്രൂയിസർ ഞാൻ വാങ്ങും ചേട്ടാ. പൈസ പറയുന്നു അത്രയേ ഉള്ളു. പൈസ ഇന്ന് വാങ്ങിച്ച് പറഞ്ഞിട്ടല്ലേ പോയി. എത്രയാണ്? 16,000 രൂപയെ. വേറെ ആളെ നോക്ക് ചേട്ടൻ.
ടാറ്റാ. നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടിയൊക്കെ തൊട്ട് ഫ്രണ്ടിൽ വണ്ടി വാങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ നടക്കില്ല. അയ്യേ, ഇതിനൊന്നും മിക്കവാറും എനിക്ക് വാങ്ങാൻ പറ്റുന്ന പൈസ ആളുകൾ കണ്ടറിയാൻ തുക്കട വണ്ടി. എടാ, നിന്നെക്കാട്ടി നല്ല ലാൻഡ് ക്രൂയിസർ അപ്പുറത്ത് കിടപ്പുണ്ട്. നീ പോടാ. ആ വണ്ടിക്ക് ആരെങ്കിലും എടുക്കോ ഗൈസ്? ഇവനൊന്നും വിവരമില്ലാത്ത മണ്ണുണ്ണി. ജസ്റ്റ് നമുക്ക് നൈസായിട്ട് നോക്കാം. ഈ വണ്ടി തന്നെ പറയണ്ട, നല്ല വിലക്കുറവ്. അയ്യോ, കൊള്ളാം കേട്ടോ. എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, കൊള്ളത്തില്ല. വേറെ എല്ലാ വണ്ടികളും നോക്കി ബെറ്റർ ചോയ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് കൊള്ളാലോ. ഇത് ഫോർച്യൂണർ. ഇതേതാ വണ്ടി? ഫോർച്യൂണറല്ല ഗീസ്. ഈ വണ്ടിയുടെ പേരറിയാം, എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ. 40,000 ചേട്ടാ, ഇതിൽ കുറയ്ക്കുക കേട്ടോ വിലയൊക്കെ. നമുക്കൊന്നും ബാർഗെയിൻ സ്കില്ല് ഓപ്പൺ ആയില്ല. ഞാൻ ബാർഗെയിൻ ചെയ്തേ 0 രൂപയ്ക്ക് വണ്ടി ഒപ്പിച്ചിട്ടോ. നീ വണ്ടി തന്നെ പറയണ്ട, പൊട്ട വണ്ടി. എടാ, നിന്നെക്കാട്ടി നല്ല കിഡിലോ വണ്ടി അവിടെ കിടപ്പുണ്ടാകും. അത്ര കിഡിലൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. എനിക്ക് ഇതിന് നല്ല കുറവ് പൈസ വരും. നല്ല കുറവായിരുന്നു. നേരത്തെ കണ്ടതിന് നല്ല കുറവായിരുന്നു. 7,000 രൂപ. നമുക്ക് സെറ്റാക്കാം. നമ്മളിപ്പോൾ ഈ കറുത്ത വണ്ടിയുടെ വില ആദ്യം നോക്കട്ടെ. ടെസ്റ്റ് കറുപ്പെടുക്കാൻ പറ്റുമെങ്കിൽ കറുപ്പെടുക്കാം. കറുപ്പ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫിയറ്റിൻ്റെ ഒരു വണ്ടിയാണ് കറുപ്പ് നല്ല തീ വില. ടാറ്റാ 7,900 എത്ര രൂപയാണ്. അവർ നമുക്ക് ആ വണ്ടി തരാമെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയ്ക്ക്. ഈ കറുത്ത ഉണ്ട വണ്ടി വേണ്ട. കറുത്ത വണ്ടീൻ്റെ പേരറിയാവുന്നവരും കമൻറ്റ് ചെയ്തു. എന്നെ ഇടിച്ച് കൊല്ലടാ, നീയൊക്കെ ചീറിപ്പാനോട് വരണ. ഇടിച്ച് മറിച്ചിട്ട് പോവില്ല ചേട്ടാ. ഈ വണ്ടി ഫിക്സഡ്. ഈ കളറും കൊള്ളാം, ടയറും കൊള്ളാം, എല്ലാം. ചേട്ടാ, വണ്ടി ഇപ്പം വാങ്ങാം. എവിടെ കരാറൊപ്പിടട്ടെ. കിടിലം വണ്ടി. ആർക്ക് ഗെയിമിന് റാറ്റ് കൊടുക്കാം. നമ്മൾ ഈ വണ്ടി കൊണ്ട് അങ്ങനെ പറന്ന് പോട്ട്. നമ്മൾ ഈ വണ്ടി കൊണ്ട് പിടച്ച് പോയാണ് കേസ്. ജാക്കിൻ്റെ ജാങ്കിയാർഡിലോട്ട് പോവാം. നല്ല വൈബ്രേറ്റ് ആവുന്നുണ്ട് കേസ് വണ്ടി. നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിനക്ക് ആരാണെങ്കിൽ മറന്ന് അറിഞ്ഞുകൂടാ. ഈ വണ്ടി നല്ല 10,000 രൂപയ്ക്കെങ്കിലും കൊണ്ടിട്ട് അറ്റ്ലീസ്റ്റ് വിൽക്കണം. ചീർപ്പാനോട് എവിടെ പോണറാ? ഇത്ര ധൃതിയൊന്നും പാടില്ല. ഞാൻ പിന്നെ പതുക്കെയാണ് പോണത് തന്നെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്താ നല്ല വണ്ടികൾ. ഇത് കൊള്ളും, നല്ല വണ്ടി. വില എത്ര? നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ നോക്കാം. നമ്മളിപ്പോൾ 7,000 കൂടെ ഉണ്ടല്ലോ. ഇവിടെ കഥകൾ ഇവിടെ വണ്ടിയിലാണ്. എന്തായിരിക്കും ഇവിടെ? ചേട്ടാ പൈസ പറ. വണ്ടി ഞാൻ വാങ്ങാൻ പൊട്ടി നിൽക്കുകയാണ് എനിക്ക് വണ്ടി. ചേട്ടാ നല്ല വണ്ടി കേട്ടോ. വാങ്ങാൻ കുറേ പൈസയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വാങ്ങാത്തതാണ്. നമ്മൾ വെറുതെ എന്തിനാണ് മറ്റുള്ളവരെ കഞ്ഞി പാറ്റിയിടും? എൻ്റെ കഞ്ഞി പാറ്റിയിടുന്നു. അയ്യോ, തിന്നി കൊള്ളാടാ ഈ വണ്ടി. എനിക്ക് നീ 5,000 പോട്ട് 2,000 രൂപ പോലും വെക്കല്ലേ ഈ വണ്ടിക്കൊക്കെ. 0 രൂപയ്ക്ക് തരാൻ പറ്റുമോ ചേട്ടാ? ഈ വണ്ടി ചേട്ടാ നല്ല ബാർഗെയിൻ കൊടുക്കണം ചേട്ടൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണ്ട. ഇവിടെ ഇറങ്ങടാ. ഇനി നിൻ്റെ വണ്ടി എനിക്ക് വേണ്ട. നിന്നെ തുപ്പു. ഇനി നമ്മളെ കണ്ടെയ്നറിലേക്ക് എടുക്കുന്നത് നമുക്ക് നൈസായിട്ട്. ഈ വണ്ടി ഇപ്പോൾ വാങ്ങാൻ പൈസ ഉണ്ട്. 2 വണ്ടിയെങ്കിലും അറ്റ്ലീസ്റ്റ് വാങ്ങിച്ചോട്ടെ. റിപ്പയർ ചെയ്യാൻ നേരത്ത് പൈസ നല്ലോണം പൊട്ടും. നമുക്ക് ഈ വണ്ടി നമുക്ക് നൈസായിട്ട് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഇതിൽ എൻ്ററൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് നല്ല എളുപ്പ വഴികൾ ചെയ്യണം. ആ വണ്ടി നേരെ കൊണ്ടുപോകാം. വർക്ക്ഷോപ്പിൽ പണിയാൻ കയറ്റി. ഈ വണ്ടിയും കൊണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് ഓടിച്ചു പോകാം. എനിക്ക് വയ്യ. ചേടാ, ഇത് പണിക്ക് കയറ്റാനും പറ്റുന്നില്ലല്ലോ വണ്ടി. മൈ ലൈഫ് ഇസിൻ്റെ അയ്യോ ട്രക്ക്. വണ്ടി നല്ല ഡയറക്റ്റി, നല്ല ഫ്യൂവലൊക്കെ നല്ലോണം ഉണ്ട്. ഈ വണ്ടി ഓടിച്ചു പോയി. ഇപ്പോൾ വീട്ടിൽ നമുക്ക് നല്ല അകത്തെ ക്യാമറ എവിടെ? നമുക്ക് വണ്ടിയുടെ അകം കാണണം.
ഇനിയൊന്നും അടിക്കാം. നല്ല കിടില മക്കൾക്കുള്ള വണ്ടിയാണ് കേട്ടോ. എൻ്റെ മോനും വളക്കണത് വിയേർഡായിട്ടാണ്. നമുക്ക് നേരെ പിടച്ച് പോവാം. നമ്മളിതാ പിടച്ചിടുന്നുണ്ട്. എൻ്റെ മോനെ നിങ്ങളിത്ര വെപ്രാളത്തിൽ വരൊക്കെ എങ്ങോട്ട് പോകണമെന്തോ. ഇത്രയും സ്പീഡൊന്നും പാടില്ല. എൻ്റെ പോലെ അഞ്ചിലൊന്നും അല്ലല്ലോ ഇത്ര പോണം. നമ്മളെപ്പോലെ 100-ലൊക്കെ പോയാലും കുഴപ്പമില്ല. ഇത് 50-ൽ ഒരിക്കലും നിങ്ങളൊന്നും പോകാൻ പാടില്ല. ആക്ഷനാ എപ്പോഴാ മനെ. അയ്യോ ടിക്കറ്റിന് നല്ല തീ പിടിച്ച പൈസ ഉണ്ടല്ലോ കേട്ടോ. ഞാൻ ഓപ്ഷനൊന്നും ഇല്ലേ. വരും ഞാൻ ഓപ്ഷന് വരും ഒരു ദിവസം. അമ്മ നിങ്ങളൊക്കെ അയ്യോ അമ്മ സാറെന്നും പറഞ്ഞ് വിളിക്കും. അന്ന് ഞാൻ പൊട്ടിച്ചിരിക്കും. ആ ദിവസം എൻ്റെ സ്വപ്നങ്ങളിൽ വരും. നമുക്ക് നേരെ ഒന്ന് പടച്ച് പോവാം. നമ്മുടെ ഓഫീസ് വരെയും നമ്മളൊരു കാർ പോലും വിറ്റായിട്ടിട്ടില്ല. എൻ്റെ ചക്കരക്കുട്ട നീ ഇടിക്കരുത്. നിന്നെ ആ ഒരു ഇടി നല്ലോണം നിൻ്റെ ബോണത്തിലിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഇടിയൊക്കെ നീ എങ്ങനെയെങ്കിലും ഒക്കെ മറക്ക്. നമ്മൾ ആ ഷോറൂമിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ പടച്ച് പോവാം. ഷോറൂം ജാക്കിൻ്റെ ജങ്കിയാടി നീ പറ്റിച്ചിട്ട് തരാം. നമ്മൾ ആ ഗെയിം തെറാപ്പിസ്റ്റിനും ഉണ്ടില്ല. ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഗെയിമുണ്ട് ജാക്കിൻ്റെ ജങ്കിയാട്. എവിടെയാടാ ജാക്കേ? ഇവിടെ ഇവനില്ല, ജാക്കില്ല. ജാക്ക് അവിടെ. നീ മതി നീ ആ ജാക്ക് തൽക്കാലത്ത്. കാറ് തല്ലിപ്പൊട്ടിക്കണം. പക്ഷേ തല്ലിപ്പൊട്ടിക്കാനുള്ള കാറ് കാണാം. ഇത് തന്നെ സാധനം, ഇത് തന്നെ വണ്ടി. പക്ഷെ തല്ലിപ്പൊട്ടിക്കാൻ ഈ ടൂൾസ് ഇല്ല. അത് വേറൊരു കാര്യം. കല്ലും ഒന്നും പറിക്കാൻ നമുക്ക് ഇതൊക്കെ പറിക്കട്ടെ. നല്ല ചുള കിട്ടും വണ്ടിയാണ്. ഇത് ട്രാഷാണ്. ഇതൊക്കെ ട്രാഷാണെങ്കിൽ ഇല്ല പോട്ടെ. എല്ലാണെങ്കിൽ തൊന്നേരം മോനെ ഞാൻ അടുത്തോട്ട് കൊടുത്ത് പൈസ വാങ്ങിച്ചോളാം. എന്താടാ കുട്ടാ നീ ഇവിടെ ഒളിച്ച് നിൽക്കണ ട്രാഷേ. എന്നെ ഇപ്പം എടുക്കും പൊക്കും ഇപ്പം നമുക്ക് അവനെ പറ്റിച്ച് ജീവിക്കാം. ഹായ് ടാറ്റാ. ഞാൻ പുതിയ വേസ്റ്റ് ഉണ്ട് വണ്ടിയിൽ ഡിക്കി കൊടുക്കണം. എന്താടാ പുതിയ ഗിഫ്റ്റ്? സോറി ട്രാഷ്. എന്തോടോ എൻ്റെ സ്ഥലത്തുനിന്ന് എടുത്തിട്ട് എനിക്ക് കൊണ്ടുവരുന്നു. എടുത്തോ. നമുക്ക് പൈസയൊക്കെ. അയ്യോ വണ്ടിക്കകത്ത് എന്താ കയറാൻ പറ്റാത്ത വണ്ടി കയറാം. എൻ്റെ ജാക്കിൻ്റെ ജങ്ക്യാർഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് എൻ്റെ ഓഫീസ്. നമ്മൾ നൈസായിട്ട് ഓഫീസിലോട്ട് പടയ്ക്കാം. ഓഫീസിലോട്ട് പോകണ്ട തൽക്കാലത്തേക്ക്. നേരെ വർക്ക്ഷോപ്പിൽ പോകണം. വണ്ടി എവിടെയാണ് കൊണ്ട് റിപ്പയർ ചെയ്യണവർ. ആ സ്ഥലം ഒന്ന് കണ്ടിരുന്നെങ്കിൽ നമുക്ക് പോയി എൻ്റെ എല്ലാം വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണ്ട. അണ്ണേ വണ്ടി റിപ്പയറിങ് സെൻ്ററാണ്. ഓട്ടോ പെയിൻറ്റ്. ഞാൻ ഇപ്പോൾ ഓട്ടോ പെയിൻറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഓട്ടോ ഇല്ല, എനിക്ക് കാറേ ഉള്ളൂ. ഇവിടെ ഓട്ടോ പെയിൻറ്റിങ് ഇല്ല, ഓട്ടോ റിപ്പയർ ഉണ്ട്. റിപ്പയറിങ് നമ്മളെ സ്വന്തം വണ്ടികളൊക്കെയാണോ? അയ്യോ ഇറങ്ങി ഇവിടെ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് റിപ്പയറാണ്. എത്ര പെയ് എടാ നല്ല കത്തി വില. പൈസ ഇന്ന് കാലിയാവും. നമ്മുടെ വണ്ടി റിപ്പയറായിട്ട് കാണാൻ ഗേസ് നമ്മളെ വണ്ടി ഇങ്ങനെ റിപ്പയർ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മൾ കുറേ നാളത്തെ യാത്രയ്ക്ക് ഇടിക്കല് നല്ല ഇക്കള്. ഗേസ് നമ്മളതാ വണ്ടി നല്ല കിടിലും ഒക്കെയാണ് ഗേസ്. വണ്ടി ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. വണ്ടി റിപ്പയർ ആയില്ല. ഇനിയിപ്പോൾ നല്ല ചെളി കിടക്കണ വണ്ടി. മച്ചാനെ ചെളി ഇങ്ങനെ മാറ്റി മച്ചാനെ വണ്ടിയിലാ കഴുകുന്നതാണ്. ഓട്ടോ ഇലക്ട്രിക് അത് ഞാൻ മാറ്റില്ല. മച്ചാനെ റിപ്പയർ ആക്കില്ലേ വണ്ടി. മച്ചാന് കാശ് തന്നില്ല ഞാൻ.
കാർ. ആ ജോണി പോ ജോണി മോനെ ഞാൻ എടുത്തോളാം. ജോണി മോനെ വണ്ടി നല്ല ഡേർട്ടി വണ്ടി. ഇപ്പോൾ കാർ നല്ല ഡാമേജ് കൂടെ ആയിട്ടുണ്ട്. ഓ ജോണി മോൻ്റെ വണ്ടി ഇടിപ്പിച്ചിട്ടേ ഇറങ്ങും. മോനെ നല്ല പടച്ച് വിട്ടിട്ടുണ്ട്. കാർ നല്ലോണം തന്നെ ഡാമേജഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി പെട്ടെന്ന് വിൽക്കായിടാം. വിറ്റിട്ട് ഒരാഴ്ചയൊക്കെ എടുക്കാം. മറ്റേ വണ്ടി അവിടെ റോഡ് സൈഡിൽ കിടക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ വണ്ടി പിന്നെ ഇടും. നമുക്ക് നമ്മുടെ വെബ് പേജിൽ പോവാം. കാർ ഫോർ സെയിൽ 2 വണ്ടി. ഈ വണ്ടി എത്രക്കിടാം? ആ വണ്ടീൻ്റെ ലൊക്കേഷനേ ഇല്ല. ബൈക്ക് മാക്സിമം ആ വണ്ടി എത്രക്ക് വിൽക്കാം? വേറെ വണ്ടി നോക്കാം. നമ്മുടെ ഈ വണ്ടി വയ്ക്കാൻ. ഈ വണ്ടിയുടെ ഒരു പിക്ക് എടുക്കണം. സെലക്ട് ഫോട്ടോ എടുക്കാം. വണ്ടിയിൽ ഫോട്ടോ എടുക്കാം. നമുക്ക് പോയി ഹലോ കാർ ബേബി പൈസ എവിടെ? കാറേ ഫോട്ടോ എടുക്കട്ടെ. കാറിൻ്റെ ഫോട്ടോ എങ്ങനെ എടുക്കാം? ഇനിയിപ്പോൾ ഫോട്ടോ ഒന്നും കൊടുക്കുന്നില്ല. നല്ല കാണുക, ഇഷ്ടപ്പെടുക. ഫോട്ടോ ഇല്ലാതെ തന്നെ ഇഷ്ടപ്പെട്ട് വാങ്ങണമെങ്കിൽ വാങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ് പേജിൽ കയറായി ഇടാൻ കേസ്. ഈ വണ്ടി പെട്ടെന്ന് കാർ ഫോസിലിന് പൈസ എടുത്ത് നമ്മളെ വില ഒയ്യോ പാളിയനെ വണ്ടിയുടെ പൈസ നമുക്ക് എത്രക്കിടാം? നമ്മൾ 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. പൊട്ടിച്ചോൺ സെയിൽ നാട്ടുകാരൊക്കെ കയറി നിങ്ങളിത് കാണുക. ഇതാ പെടക്കിന് ഓഫറിന് നല്ല കിടില ലിമോസിൻ. ഓഫ് വണ്ടി സെയിലിട്ട് ആൾക്കാരൊക്കെ നോക്കിക്കേ. അപ്പോൾ നമ്മൾ പോലീസ് നമ്മൾ ഇവൻ്റെ ആരുടെ ഒരുത്തൻ്റെതാണ് ഈ വണ്ടി വാങ്ങിച്ചത്. അപ്പാപ്പൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പാപ്പന് എത്ര പൈസയാണ് പറയുന്നത് ചേട്ടാ? ചേട്ടൻ 10,000 തന്നെയാണ് പറയണ. ചേട്ടന് 10,000 രൂപയ്ക്ക് ചേട്ടൻ നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം ആൾക്കാരായ അറ്റ്ലീസ്റ്റ് നമ്മൾ 10,000 തരണം. 10,000 പറഞ്ഞാൽ 11,000 തരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കിവിടെ ഇത്തിരി ചെറുതായിട വെച്ച് തരുമെന്നല്ലേ ടിപ്പൊക്കെ തരുന്ന ആൾക്കാരുണ്ട്. ഇവൻ ടിപ്പൊന്നും തന്നില്ല. എന്തിനാണ് ടിപ്പ് തരുന്നത്? അവൻ്റെ ജോലി ചെയ്തിട്ടൊന്ന് നക്കാപ്പിച്ചാണ് നമുക്ക് തന്നത്. എന്നാലും ഈ സിറ്റിയിൽ ആരെങ്കിലുമൊക്കെ 10,000 രൂപയ്ക്ക് വണ്ടി വയ്ക്കുക. നാട്ടിൽ വലിയ ഒറിജിനലായിട്ടാണെങ്കിൽ എപ്പോഴും ഞാൻ ഒരു 10,000 രൂപയ്ക്ക് ഒരു BMW എടുത്തേനെ. ഇതിൽ BMWക്ക് 16,000 50,000 അത്രയൊക്കെ ഉള്ളൂ. ഇതിൽ BMW എന്ന് പറഞ്ഞാൽ എൻ്റെ മോനിപ്പോൾ അതൊക്കെ വളച്ചെടുക്കാൻ വേണ്ടി ഷോറൂമിൽ കൊണ്ടിടാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കിത് നേരെ നമ്മുടെ കണ്ടെയ്നറോട്ട് കൊണ്ടുപിടിച്ചാൽ വേണ്ട. നാളെ ജോലി തുടങ്ങി ഇടിച്ചതിന് കൂമ്പിനെ വാട്ടും. പിന്നെ ഫയർ ചെയ്ത് കളയാം. എനിക്ക് നീ വേണ്ട. ഇറങ്ങടുപ്പോടെ ഒയ്യോ ചേട്ടാ ഇവിടെ ഉണ്ടാ ചേട്ടൻ അവർ പണിയെടുക്കൂലേ. അവൻ വെറുതെയാണ് ഞാൻ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് നേരെ വീഡിയോ എൻ്റെ ആക്കാനുള്ളതാണ്. നമുക്കൊന്ന് ഉറങ്ങി എണീക്കാം ഫസ്റ്റ്. അയ്യോ എൻ്റെ കണ്ടെയ്നർ ഇവിടെ അതാ കിടക്കുന്നുണ്ട്. കേസ് നമ്മളെ കിടില സാധനം എൻ്റെ സ്വന്തം വീടാണ്. ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ വീടാണ്. അയ്യോ എൻ്റെ എനിക്ക് അടച്ചു വിട്ടോട്ടെ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.